സീറോ മലബാർ സഭയെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആലഞ്ചേരി പിതാവിന് ശേഷം സീറോ മലബാർ സഭയുടെ തലവനായി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് മാർ റാഫേൽ തട്ടിൽ പിതാവ് നിയമിതനായിരിക്കുകയാണ്. അച്ഛാ, സീറോ മലബാർ സഭയുടെ PR ഔദ്യോഗിക വക്താവ് എന്ന നിലയിൽ ഈ ഒരു നിമിഷത്തെ എങ്ങനെ കാണും? തീർച്ചയായും വലിയ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും കൂടിയാണ് അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ സഭ മുഴുവനും കാണുന്നത്. വലിയ പ്രതീക്ഷയുണ്ട്. തീർച്ചയായും ആലഞ്ചേരി പിതാവ് വലിയ താല്പര്യത്തോടും കമ്മിറ്റ്മെൻറ്റോടും കൂടെ ത്യാഗപൂർണമായി സഹനപൂർണമായിരുന്നുവെങ്കിൽ കൂടിയും സഭയ്ക്ക് ഭദ്രമായ ഒരു അടിത്തറ പാകിയ ഇടയനാണ്. അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തതിനു ശേഷം റാഫേൽ തട്ടിൽ പിതാവ് തീർച്ചയായും ആലഞ്ചേരി പിതാവ് തുടങ്ങിവെച്ചതും തുടർന്നതുമായ ശുശ്രൂഷകളെ ഏറ്റവും ഭംഗിയായും വിജയകരമായും ഫലപ്രദമായും മുൻപോട്ട് കൊണ്ടുപോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഈ സിനഡ് ആരംഭിക്കുന്നതിന് മുമ്പ് സാധ്യതാ ലിസ്റ്റിൽ പോലും റാഫേൽ തട്ടിൽ പിതാവിൻ്റെ പിതാവ് വളരെ കുറവായിരുന്നു കണ്ടിരുന്നത്. കലറങ്ങാട്ട് പിതാവ് ഉണ്ടായിരുന്നു, തറയിൽ പിതാവ് ഉണ്ടായിരുന്നു, സെബാസ്റ്റ്യൻ വടക്കേൽ പിതാവിൻ്റെ പേര് വളരെ നന്നായിട്ട് അവസാന നിമിഷം വരെ മാധ്യമങ്ങളെല്ലാം ഉയർന്നു. വളരെ കുറവ് കേട്ടിരുന്ന പേരാണ് റാഫേൽ തട്ടിൽ പിതാവ്. ഈ കാര്യത്തിൽ പോപ്പുലാരിറ്റി ഒരിക്കലും ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ വലിയ കൃപയാണ് തീർച്ചയായും ഇപ്രകാരം ഒരു സ്ഥാനത്തേക്ക് ഒരാളെ എത്തിക്കുക എന്ന് കരുതിയിട്ട് മേജർ ആർച്ച് ബിഷപ്പാകാത്ത മറ്റു പിതാക്കന്മാരാരെങ്കിലും അതിൽ താഴെയാണെന്ന് അർത്ഥമില്ല. ഓരോ സമയത്തും അതാത് കാലങ്ങളിൽ ദൈവം സഭയെ വഴി നടത്താനും നേതൃത്വം നൽകാനും വേണ്ടിയിട്ട് ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയും റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ഈ സ്ഥാനാരോഹണം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായും ശുഭോദാർക്കമായ ഒരു കാര്യമാണ്. പിതാവിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വൻ കൃപകൾ, വൻ അനുഗ്രഹങ്ങൾ സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല, സീറോ മലബാർ സഭയുടെ നേതൃ ശുശ്രൂഷയിലൂടെ കത്തോലിക്കാ സഭയ്ക്ക് മുഴുവനായും അതുപോലെ പൊതുസമൂഹത്തിനും ലഭിക്കാനിടയാകട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. സഭയുടെ സിനഡ് പ്രഖ്യാപിക്കപ്പെട്ട നാളു മുതൽ വിശ്വാസികളെല്ലാവരും ലോകം മുഴുവൻ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു. ആ പ്രാർത്ഥന സാർത്ഥകമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ പേരുകൾ ഉണ്ടായിരുന്നു, അവരാരും തിരഞ്ഞെടുക്കപ്പെട്ടില്ലല്ലോ, അധികം പറഞ്ഞു കേൾക്കാത്ത ഒരു പേരാണല്ലോ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന ചോദ്യങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് ഞാൻ കരുതുകയാണ്. കാരണം തിരഞ്ഞെടുപ്പ് ആത്യന്തികമായി ദൈവത്തിൻ്റേതാണ്, മനുഷ്യരുടേതല്ല. പക്ഷേ തീർച്ചയായും മനുഷ്യഹൃദയങ്ങളിൽ ഇടം നേടിയിട്ടുള്ളതും ഇടം നേടുന്നതും ഒരിക്കൽ ശുശ്രൂഷ സ്വീകരിച്ചവരും പിതാവിനെ കണ്ടിട്ടുള്ളവരും പിതാവിനെ കേട്ടിട്ടുള്ളവരും ഒരിക്കലും മറക്കാത്ത ഒരു മുഖമായിരിക്കും അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ മുഖമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവം അതുതന്നെയാണ്.